പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലമളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നീ എൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ, നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സങ്കടം അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച, സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പ സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന്
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവ് മനസ്സ് നിറഞ്ഞ് പറഞ്ഞ ഒരു വല്ലാത്ത കഥയാണ് ദ സ്റ്റോറി ഓഫ് ദി പ്രൊഡിഗൽ സൺ, ധൂർത്തപുത്രൻ്റെ കഥ. അതിന് ഇടക്കാലം കൊണ്ട് സ്നേഹപിതാവിൻ്റെ കഥയെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വ്യാഖ്യാനക്കാർ അതിനെ കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് അത് തൻ്റെ കൂടെ നിന്ന് എല്ലാം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ച ഒരു മകൻ്റെ കഥ കൂടിയാണത്. അത് മൂത്ത മകനാണ്. നമ്മൾ ഈ ആഴ്ചയുള്ള ധ്യാനങ്ങളെല്ലാം ഒരു പൊളിച്ചെഴുത്തും ഒരു പുനർവായനയുമാണ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഇളയ മകൻ അവനെല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അതൊരു ഡിസിഷനാണ്, തീരുമാനം. എല്ലാ മാനസാന്തരങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത വെറും ആശയങ്ങൾ മാത്രമായ മാനസാന്തരം സുവിശേഷത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല. ഒരു ഡിസിഷൻ, സക്കേവസും ഒരു ഡിസിഷൻ എടുത്തതാണ്. ഞാൻ എൻ്റെ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന എല്ലാം തീരുമാനമാണ്. എപ്പോഴും ഒരു മാനസാന്തര അനുഭവത്തിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുപോലെ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തതിൽ ഒരു ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയാവോ? ഒരു തീരുമാനം, ഇയാൾ വേശ്യകളുടെ കൂടെ സ്വത്ത് ധൂർത്തടിച്ചെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്. നമുക്കറിയത്തില്ല, ചേട്ടായി പറയുന്നൊരു ആരോപണമാണ്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. പക്ഷെ കാശ് പോയെന്നുള്ള കാര്യം സത്യമാണ്. ഗതികെട്ട് നസിഞ്ഞ് നാറാണക്കല്ലും പറിച്ച് തിരിച്ചു വന്നു എന്നുള്ള കാര്യവും സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് റീഫണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൻ്റെ വീട്ടിലത് നിർത്തിയാൽ മതി, ഞാനത് റീഫണ്ട് ചെയ്തോളാം, ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നെ ആവുന്നവരെ, മരണം വരെ ജോലി എടുത്താലും ശരി, അപ്പന് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയും. അതൊരു വല്ലാത്ത വാക്കാണ് ശരിക്കും. ലൂക്കാ 15:18, ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ അവനോട് പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇപ്പൊ അത് അവന്റെ ഒരു സോളിലോക്കിയാണ്. അവന്റെ മനസാക്ഷി അവനെ ധ്യാനിപ്പിക്കുക. ധ്യാനഗുരുവില്ല, ധ്യാനകേന്ദ്രമില്ല, നല്ല നാട്ടുകാരില്ല പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് മനസാക്ഷി തന്നെയാണ് അവൻ്റെ ധ്യാനഗുരു. കാര്യം നമ്മുടെ തെറ്റും ശരിയൊക്കെ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം. പക്ഷേ ചില ആൾക്കാർ ദുരഭിമാനം കൊണ്ട്
ഞാൻ ഈ ധൂർത്തപുത്രൻ തിരിച്ചു വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധൂർത്തപുത്രൻ്റെ മനസ്സിൽ അവനൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയാവോ? അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിത് റീഫണ്ട് ചെയ്തോളാം. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭീമമായ തുകയാണ്. എന്നാൽ ആ മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്. എന്താണ്? പരിഹാരം ചെയ്യണമെന്ന്. നോൻപുകാലം പരിഹാരത്തിൻ്റെ കാലമാണ്. നമ്മൾ ഇപ്പോഴ് ആണ്ടുകുംഭാസം നടത്തുമ്പോൾ പോലും ആ പരിഹാരം ഒരു കാലികമായ തിന്മയിൽ നിന്നുള്ളൊരു പരിഹാരത്തിനാണ് നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രായശ്ചിത്തം നമ്മൾ ചൊല്ലുകയാണ് ചെയ്യണത്. ഇയാൾ പറയണത് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്നാണ് പറയണത്. പ്രായശ്ചിത്തം ചൊല്ലാൻ ആർക്കും കഴിയും. അവിടെ മുട്ടയെന്ന് മൂസ്വർഗസ്ഥനായ ചൊല്ലിട്ട് പോന്നാൽ മതി. പക്ഷെ ഇയാളങ്ങനെയല്ല പറയണത്. അങ്ങയുടെ ദാസൻ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന. ഇത് ദൈവദർശന് സ്വീകാര്യമായ കർത്താവിൻ്റെ മനസ്സിലിരിപ്പാ. ഈ കഥയെല്ലാം വരണം എവിടെ നിന്നാണ്? കർത്താവ് എങ്ങനെയാണ് പാപിയെ കാണുന്നത്? പ്രായശ്ചിത്തം ചൊല്ലുന്നവരെ അല്ല. അയാൾ പറയുന്നുണ്ട് അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്നൊക്കെ ഏറ്റു പറയുന്നുണ്ട് അയാൾ. പക്ഷെ പ്രായശ്ചിത്തം അയാൾ ചെല്ലുകയല്ല ചെയ്യണത്. പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് പറയണതാ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നോൻപുകാലത്ത് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങനെക്ക് നൽകിയ വിശുദ്ധിയും വരപ്രസാദവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപയിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധ രക്തത്തിനെതിരായി ചെയ്ത പാപങ്ങളെ ഓർത്ത് അങ്ങയുടെ കൃപയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ ഓർത്തും ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുകയും എന്റെ പാപങ്ങൾക്കെല്ലാം ധൂർത്തപുത്രനെ പോലെ അക്ഷരാർത്ഥത്തിലെ പരിഹാരം ചെയ്യാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളവർക്ക് എന്താണ് പശ്ചാത്താപം, എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന്? ഇപ്പൊ നിങ്ങളൊരു അബോർഷനാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അബോർഷന്റെ പരിഹാരം എന്താ? 2-3 പരിഹാരങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലേ? പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, അപ്പം മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്നത് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയാണ്. ചെറിയൊരു വരുമാനത്തിലാണ്, പക്ഷേ ആ വരുമാനം കൊണ്ട് എന്താകാനാണ്? ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു അമ്മക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് 5-6 കുഞ്ഞുങ്ങളെ ഒരമ്മ വളർത്തിക്കൊണ്ട് വരണത്. അപ്പോൾ അത് ഉള്ളിലൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ചില അനാഥാലയങ്ങളിൽ പോയി പ്രായമായവരുടെ ഉടുപ്പൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് ഇങ്ങനെ ബോധമില്ലാതെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കഴുകുന്നില്ലേ? ഇപ്പം കന്യാസിമാർ 2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഓരോരുത്തരുടെ കഴുകി വരുമ്പോൾ തന്നെ മണി 12 ആവും. അത് നിസ്സാര കാര്യമില്ല. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ആ ദൈവവിളിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ തൊപ്പിയെടുത്ത് ഹാറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. കാര്യം ഞാനൊരു ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കോൺവെന്റിൽ വയനാട്ടിലോ എവിടെയോ ചെന്നപ്പോൾ DSSകാരുടെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. 2 സിസ്റ്റർമാർ ആ ജന്മം മൊത്തം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവിടെ അമ്മമാർ പോലും നോക്കണതിനേക്കാളുമാണ് അവർ നോക്കുന്നത്. എനിക്കത് എങ്ങനെ അവർ ചെയ്യണമെന്ന്. ഈ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് പറയുന്നത് ബൈബിളിൽ ഉള്ളതിനേക്കാളും പവർഫുള്ളായിട്ടാണ് ഈ പലരും ചെയ്യണത് ഇന്നത്തെ കാലത്ത്. അതാണ് പരിഹാരം ചെയ്യുക. മറ്റുള്ളവരുടെ തിന്മകൾക്ക് പോലും നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ദൈവത്തിരുസേന റിട്ടാലിയേഷൻ സംഭവിക്കും. നീതീകരിക്കപ്പെടുകയും അതിൻ്റെ ഓഹരി കൃപയായി ചൊരിഞ്ഞു കിട്ടുകയും നമ്മുടെ ആത്മാ പുണ്യപ്പെടുകയും ചെയ്യുന്നൊരു കാലമാണ് നോൻപുകാലം. ഇത് ചെയ്യണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ 2022 ഏപ്രിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങളും പിണക്കത്തിലുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതെല്ലാം പതിയെ സോൾവ് ആവുകയും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല.
അതിനുശേഷം ഞാൻ വേറൊരു നിയോഗം കൂടി വെച്ചിരുന്നു. എൻ്റെ 4 വയസ്സുള്ള മോന് ഒരു ഉടമ്പടി എടുക്കുന്നതിന് 1 വർഷം മുമ്പ് ഒരു വർഷമായിട്ട് നിരന്തരം പനിയും കഫക്കെട്ടും എല്ലാമായിട്ട് ഫുൾ ആൻറ്റിബയോട്ടിക്സും ഇഞ്ചക്ഷനും എല്ലാമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ മാത്രമേ അവന് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഫുൾ ടൈം എല്ലാ മാസവും തന്നെ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവന് പിന്നീട് ഒരിക്കലും അങ്ങനെ അഡ്മിറ്റ് ആവേണ്ടിയൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും അവന് അഡിനോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിനെ പ്രതി ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായിട്ടുള്ള പനി വരുമായിരുന്നു, പനി മാത്രം. പനി കൂടുകയും അത് പിന്നെ ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ പനി പോകുള്ളൂ എന്നുള്ള അവസ്ഥ വരെയായി. പനിയോടുകൂടെ ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലംസും ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തുറന്ന് ഭയങ്കര സൗണ്ടിൽ ശ്വാസം എടുത്ത് ഉറങ്ങേണ്ട, രാത്രിയിൽ അവന് ഉറക്കം ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല. മാസങ്ങളായിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 26 ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് മോൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് രാത്രി കൂടി അവനെ നന്നായിട്ട് പനിച്ചു. അതിന് ശേഷം ഞാൻ രാത്രിയിലെല്ലാം എഴുന്നേറ്റിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഡേ മുതൽ അവനെ ആ പനി പിന്നെ പനിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ് ആണെങ്കിലും നന്നായിട്ട് മാറി, വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ അന്ന് അച്ഛനെ കാണാൻ വന്ന അന്ന് തന്നെ എനിക്കൊരു മെസ്സേജ് കൂടി വന്നു. എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ എന്തെങ്കിലും മരുന്നെങ്കിലും കൊടുത്തെങ്കിലും ഒന്ന് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും ആക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഓപ്പറേഷൻ ചെയ്യുന്നത് മൂലം ഒരുപാട് സൈഡ് എഫക്ട്സും, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും മാറ്റണമേ, അല്ലെങ്കിൽ മരുന്നെങ്കിലും കൊടുത്തു മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കെങ്കിലും മാറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. ഞാൻ അന്ന് അച്ഛനെ കാണാൻ ഇവിടെ വന്ന അന്ന് തന്നെ എനിക്കൊരു മെസ്സേജ് വരികയും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഹോമിയോ മരുന്ന് കൊടുത്ത് മാറ്റാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള രീതിയിൽ എനിക്കൊരു മെസ്സേജ് എൻ്റെ റിലേറ്റീവ് അയക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് അവന് ഒരിക്കലും മരുന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവന് പനിച്ചിട്ടേ ഇല്ല, പനി വന്നിട്ടേ ഇല്ല. പിന്നെ ആണെങ്കിലും അവന് ചെറിയ ബ്രീത്തിങ് പ്രോബ്ലംസ് മാത്രമേ ചെറുതായിട്ട്, അതായത് അന്ന് മുമ്പുണ്ടായിരുന്ന പോലെ വലിയ സൗണ്ടിലോ നമുക്കൊന്നും കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലുള്ള രീതിയിലായിരുന്നു അവൻ ഉറങ്ങുന്നത്. ഇപ്പം വളരെ ചെറിയ തോതിൽ വല്ലപ്പോഴും മാത്രം ഒന്ന് തുറക്കുകയോ അല്ലെങ്കിൽ ചെറിയ സൗണ്ടിലോ ഒക്കെയാണ് അവനിപ്പോൾ ഉറങ്ങുന്നത്. നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അസിഡിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. അതും നിരന്തരമായിട്ടുള്ള മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കൂടാതെ തേനും തൈലവും, വെഞ്ചരിച്ച തേനും തൈലവും എല്ലാം യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ടും അതും പൂർണ്ണമായിട്ടും മാറി. പിന്നെ ഞാൻ ഇതുവരെ നിയോഗത്തിൽ വെക്കുകയോ ഞാൻ ഓർക്കുകയോ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് 12 വർഷം മുമ്പ് ഞങ്ങളുടെ ഫാമിലീനെ മാനസികമായിട്ട് കുറേ വേദനിപ്പിച്ച വേറൊരു ഫാമിലി, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് അവർ. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിൻ്റെ 2-ാം ദിവസം എനിക്കും വീട്ടുകാർക്കൊക്കെ ആയിട്ട് ഫോണിൽ മെസ്സേജ് ചെയ്യുകയും കൂടാതെ വീട്ടുകാരെ കണ്ട് വന്ന് മാപ്പ് തരികയും ചെയ്തു. അത് അവർക്കും അതുപോലെ നമ്മളും അവരോട് ക്ഷമിച്ചു എന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തന്നെ അവർക്കും ഭയങ്കര സന്തോഷം, നമുക്കും ഭയങ്കര സന്തോഷമുള്ള ഒരവസ്ഥയിലേക്ക് മാറി. ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല, അങ്ങനെ ഇനി ഒരിക്കലും സംഭവിക്കുമെന്ന് പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നടന്നത്. 12 വർഷത്തിന് ശേഷം ആണത് സംഭവിച്ചത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. കൂടാതെ ചെറിയ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ, ഈശോയുടെ അനുഗ്രഹങ്ങൾ, ഇടപെടലുകളും എല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. കൂടാതെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു ഭയങ്കര ധൈര്യം ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞേ പുതുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ പോലും നമുക്കത് പറ്റില്ല, വീണ്ടും പെട്ടെന്ന് തന്നെ വന്ന് പുതുക്കണമെന്ന് തോന്നും. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ പേര് സുധ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു.
പിന്നെ എൻ്റെ സാക്ഷ്യം, ഞാൻ എൻ്റെ മകൾ OET പരീക്ഷയ്ക്ക് ആദ്യം എക്സാം എഴുതി 2022 സെപ്റ്റംബർ 4 പരീക്ഷ എഴുതി. പക്ഷേ എൻ്റെ മോൾ നല്ലതുപോലെ പഠിക്കുന്നതായിരുന്നു. പക്ഷേ എൻ്റെ മോൾ ഒരു മാർക്കിന് തോറ്റുപോയി. അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ ഒരു മാർക്കിന് തോറ്റുപോയി, ഞാനെല്ലാം എഴുതിയതായിരുന്നു എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു മാതാവ് അനുഗ്രഹിക്കും, കരയണ്ട എന്ന്. പക്ഷേ അവൾ പറഞ്ഞ് റിവാലുവേഷന് കൊടുക്കാം എന്ന്. പിന്നെ അവൾ 7000 രൂപ കെട്ടിവെച്ച് റിവാലുവേഷന് കൊടുത്തോ. അപ്പം ഞങ്ങൾ ലോൺ എടുത്താണ് ഞാൻ പൈസ കെട്ടിവെച്ചത്. അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇനിയും 35,000 രൂപ കെട്ടിവെക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ മോൾക്ക് 7000 രൂപ കെട്ടിവെച്ച് അവൾ റിവാലുവേഷന് കൊടുത്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോളുടേത് മാത്രം വന്നില്ല. അന്നേരം അവൾ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് എൻ്റെ പേര് മാത്രം വന്നില്ല എന്ന്. അന്നേരം അവൾ എറണാകുളം ഒരു സെൻറ്ററിൽ ഓൺലൈനായിട്ട് പഠിച്ചാണ് പരീക്ഷ എഴുതിയത്. അപ്പം അവിടെ കൂടെ എഴുതിയ സഹപ്രവർത്തകർ എന്നെ സെൻറ്ററിലേക്ക് വിളിച്ചു, പറഞ്ഞു എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെച്ചില്ല എന്ന്. അവർ തന്നെ അവരോട് പറഞ്ഞു, പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടിവെച്ചു. ഡിസംബർ 4 ഫീസ് കെട്ടിവെച്ചു. ഞാനിവിടെ ഡിസംബർ 2 വന്ന് ഉടമ്പടി എടുത്തു. 4 മോൾ പരീക്ഷ എഴുതാൻ പോയി. നല്ല മാർക്കോടുകൂടി അവൾ സ്കോറോടുകൂടി അവൾ പാസ്സായി. ജൂൺ 16 അവൾ UK പോവുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് അവിടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അതിലും അവൾ നല്ല ഇതായിട്ട് പാസ്സായി. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിവിടെ നിയോഗം വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചു എനിക്കൊരു വീട് ഇല്ല, എനിക്ക് ചെറിയ വീടാണ്, ഒരു വീട് വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ നിയോഗം വെച്ചു. മാതാവ് മോള് പോയി മോള് പറഞ്ഞു നമുക്ക് വീടിന് നോക്കാൻ ലോണിന് അപേക്ഷിക്കാൻ പറഞ്ഞു. ലോണിന് ചെന്നപ്പോൾ അവർ ബാങ്കുകാർ പറഞ്ഞു 22 രൂപയെ തരത്തുള്ളൂ ലോണ്. അപ്പം വീട് ചെന്ന് നോക്കിയപ്പോൾ 40 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്ക് എങ്ങനെ ഈ വീട് കിട്ടും, എൻ്റെ കുഞ്ഞിന് വീട് വേണം എന്ന്. അപ്പം അമ്മ തന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. മാതാവ് തന്നെ ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു തന്നു. അതുപോലെ വീട് ആദ്യം ലോണിന് അവർ പറഞ്ഞ് 22 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ അത്രയും കൊണ്ട് പറ്റത്തില്ല എന്ന്. അപ്പം 30 ലക്ഷം രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞു. പിന്നെയും ബാക്കി പൈസ വേണം. ആ വീട്ടിൻ്റെ ഉടമ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു കടം കേൾക്കത്തില്ല എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ആ വീടിൻ്റെ ഗേറ്റിലിട്ടു. അപ്പോൾ ആ വീട്ടിൻ്റെ ഉടമ വന്നപ്പോൾ പുള്ളി ഇങ്ങോട്ട് താൻ പറഞ്ഞ അമ്മ സംസാരിക്കണേ എന്ന്. അപ്പോൾ ആ അന്നേരം ആ വീടിൻ്റെ ഉടമ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ബാക്കി പൈസയ്ക്ക് പിന്നെ എനിക്ക് ചെക്ക് എഴുതി തന്നാൽ മതി, 3-4 മാസത്തിന് ഇളവിന് തന്നു, കുഴപ്പമില്ല എന്ന്. അതുപോലെ അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് സംഘപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ബന്ധു തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പൈസ തരാം. ഞങ്ങൾ അവരോട് ചോദിക്കാതെ തന്നെ അവർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പൈസ തന്നു. അങ്ങനെ ഞങ്ങൾ ഈ മാർച്ച് 2 വീട് എഴുതി. ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാതെ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ മലയോര പ്രദേശത്താണ് താമസിക്കുന്നത്. അവിടെ പിന്നെ ഞങ്ങൾക്ക് ടൗണിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ ഉടനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഉദ്ദേശിക്കാത്ത, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അത്ര ഒരു വീട് അമ്മ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. അത് എല്ലാ പണികളും കഴിഞ്ഞ് സർവ് ഇതായിട്ട് ഞങ്ങൾക്ക് അമ്മ കാട്ടിത്തന്നെന്ന് വേണം പറയാൻ. ആരും ഒരു ബ്രോക്കറില്ലാതെ അമ്മ കാട്ടിത്തന്നു. ഞങ്ങൾ പോയി വാങ്ങിച്ചു. അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എങ്ങനെ നടന്നു എന്ന്.
അങ്ങനെ ഈ മാർച്ച് 2-ാം തീയതി അപ്പം ഞാനൊരു ഇത് മാതാവിനോട് പറഞ്ഞു, അമ്മേ മാർച്ചിന് മുമ്പേ അപ്പം എൻ്റെ മോൾക്ക് അവളുടെ അടുത്ത ലീവിന് അപേക്ഷ കൊടുക്കണമെങ്കിൽ ഈ മാർച്ചിൽ കൊടുക്കണം അടുത്ത ഇതിലേക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അപേക്ഷ കൊടുത്താലേ ലീവ് കിട്ടത്തുള്ളൂ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മാർച്ചിന് മുമ്പേ എനിക്കൊരു വീട് കാട്ടി തരണേ, നടക്കണേ. അതുപോലെ തന്നെ മാർച്ച് 2-ാം തീയതി തന്നെ ഞങ്ങൾ വീട് വാങ്ങിച്ചു രജിസ്റ്റർ ചെയ്തു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് അങ്ങ് നടത്തി തന്നു. പിന്നെ ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾ നിയോഗം വെച്ചായിരുന്നു എൻ്റെ സഹോദരൻ്റെ കാര്യം. അവൻ്റെ ഭാര്യ അവനെ 2 പെൺമക്കളെ ഉപേക്ഷിച്ച് പോയിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് തൊട്ട് ഞാനും എൻ്റെ സഹോദരിയും കൂടാണ് വന്നത്. ഞങ്ങൾ 2 പേരും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ അവരുടെ കുടുംബം ഒത്തിക്കണേ എന്ന്. അപ്പോഴും അമ്മ അവരെ ഒന്നിച്ചു. പക്ഷേങ്കിൽ അമ്മ ഒന്നിപ്പിച്ചത് വലിയ അടയാളം തന്നുകൊണ്ടാണ്. ഡിസംബർ 24-ാം തീയതി